സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കേസിൽ സംവിധായകൻ സനൽകുമാർ ശശിധരനെ എളമക്കര പോലീസ് കസ്റ്റഡിയിലെടുത്ത്. മുംബൈയിലെത്തിയാണ് കസ്റ്റഡിയിലെടുത്തത്. സനലുമായി പോലീസ് സംഘം കൊച്ചിയിലേക്ക് പുറപ്പെട്ടു. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, കഴിഞ്ഞ ദിവസമാണ് മുംബൈയിൽ സനൽകുമാർ ശശിധരനെ പോലീസ് തടഞ്ഞു വെച്ചത്. ഏതായാലും ഇപ്പോൾ എളമക്കര പോലീസ് സനൽകുമാർ ശശിധരനുമായി കേരളത്തിലേക്ക് തിരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം, അല്ലേ? അതെ സിജു, അവർ ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ എളമക്കര പോലീസ് ഇന്നലെ തന്നെ മുംബൈയിലേക്ക് തിരിച്ചിരുന്നു. അതിനുശേഷം അവിടെ എത്തി ഉടൻ തന്നെ ഇയാളെ മുംബൈ പോലീസിൽ നിന്ന് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഉടൻ തന്നെ ട്രെയിനിന് അവിടെ യാത്ര പുറപ്പെടുകയും ചെയ്തു. ഇന്ന് രാത്രിയോടെ സനൽകുമാറിനെ കൊച്ചി എത്തിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ പ്രമുഖ നടി നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട കേസിൽ ആ കേസിന്റെ നടപടിയുടെ ഭാഗമായി സനൽകുമാറിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. ആ ലുക്കൌട്ട് നോട്ടീസ് പ്രകാരമാണ് ഇന്നലെ സനൽകുമാറിനെ മുംബൈ വിമാനത്താവളത്തിൽ തടഞ്ഞു വെച്ചത്. തുടർന്ന് എളമക്കര പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഈ പ്രമുഖ നടി കഴിഞ്ഞ ജനുവരിയിലാണ് ഇയാൾക്കെതിരെ പരാതി നൽകിയത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, പിന്തുടർന്ന് ശല്യം ചെയ്യുക തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് എളമക്കര പോലീസ് കേസെടുത്തത്. എന്നാൽ കേസെടുത്ത ആ സമയത്ത് സനൽകുമാർ അമേരിക്കയിലായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ലുക്കൌട്ട് നോട്ടീസ് പോലീസിന് പുറത്തിറക്കേണ്ടി വന്നത്. അതുകൊണ്ട് ഇയാൾ മുംബൈയിൽ എത്തിയ ഉടൻ പോലീസിൽ വിവരം ലഭിക്കുകയും അങ്ങനെ ഇവിടെ നിന്ന് എളമക്കര പോലീസ് സനൽകുമാറിനെ കസ്റ്റഡിയിലെടുക്കാനായി പോവുകയുമായിരുന്നു. ഇയാളെ കൊച്ചിയിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. സമാനമായ പരാതിയിൽ ഇതിനു മുൻപും 2022 സനൽകുമാറിനെ എളമക്കര പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വീണ്ടും സമാന കുറ്റകൃത്യം ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും നടപടിയിലേക്ക് പോലീസ് പോകുന്നത്. അന്നും ഇതേ നടിക്കെതിരെ തന്നെയായിരുന്നു ഈ പിന്തുടർന്ന് അധിക്ഷേപിക്കുക എന്ന നിലപാട്, ഇതേ നടിക്കെതിരെ തന്നെ, അല്ലേ? അതെ, ഇതേ നടിക്കെതിരെ തന്നെയാണ് അന്നും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അന്നും പരാതി വന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ സനൽകുമാറിനെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ ഈ അധിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തുടർച്ചയായി ഇത്തരത്തിൽ നടിയെ ടാഗ് ചെയ്തുകൊണ്ട് പോസ്റ്റ് ഇടുന്ന രീതി വീണ്ടും സനൽകുമാർ തുടരുകയായിരുന്നു. അതുകൊണ്ടാണ് പരാതി കൊടുക്കാൻ നടി വീണ്ടും നിർബന്ധിതയായത്. അതിനടിസ്ഥാനത്തിൽ നടിയുടെ മൊഴിയടക്കം രേഖപ്പെടുത്തുന്ന നടപടികളൊക്കെ പോലീസ് സ്വീകരിച്ചിരുന്നു. എന്നാൽ സനൽകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. കാരണം ഇയാൾ അമേരിക്കയിലായിരുന്നു. അതുകൊണ്ട് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. ഒപ്പം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ നടിക്കെതിരെ മോശം പരാമർശങ്ങൾ നടത്തിയതൊക്കെ നീക്കം ചെയ്യാനുള്ള നടപടികളും പോലീസ് സ്വീകരിച്ചിരുന്നു. അതോടൊപ്പമാണ് ഈ ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കിയത്. ആ ലുക്കൌട്ട് നോട്ടീസ് പ്രകാരം ഇപ്പോൾ സനലിനെ മുംബൈയിലെത്തി കസ്റ്റഡിയിലെടുത്തു എളമക്കര പോലീസ്. ഇന്ന് രാത്രിയോടെ തന്നെ കൊച്ചിയിലെത്തിക്കുകയും ചെയ്യും. ശരി, ഉമേഷാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. നടിയെ പിന്തുടർന്ന് അപമാനിച്ചു, സോഷ്യൽ മീഡിയകളിലൂടെ നിരന്തരം അപകീർത്തിപ്പെടുത്തി എന്നതടക്കമുള്ള കേസിൽ സംവിധായകൻ സനൽകുമാർ ശശിധരനെ എളമക്കര പോലീസ് മുംബൈയിലെത്തി കസ്റ്റഡിയിലെടുത്തു. കേരളത്തിലേക്ക് യാത്ര തിരിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഉമേഷ് പങ്കുവച്ചത്.